പരിധിയിലുള്ള ജിന്നിനോട് തേടിയാൽ എന്ന് പറഞ്ഞിട്ട്. പ്രാർത്ഥനയുടെ പരിധിയിൽ വരാത്ത ചോദ്യവും പരിധിയിലുള്ള ജിന്നിനോട് തേടിയാൽ അങ്ങനൊരു തേട്ടല്ല. ഒന്നാമത്തെ കാര്യം ഇതാണ്. പ്രാർത്ഥനയുടെ പരിധിയിൽ വരാത്തൊരു സഹായത്തേട്ടം ജിന്നിനോടില്ല. ഒരു ഇസ്തിഗാസ അല്ലെ ഇസ്തിആന ജിന്നിനോടില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഉദാഹരണം പറയണം. ഒന്ന്, ആദ്യത്തെ കാര്യം, പ്രാർത്ഥനയാകാത്തൊരു സഹായാർത്ഥന ഒരു മനുഷ്യന് ജിന്നിനോടുണ്ടെങ്കിൽ അത് ഏതാണ്? ഒരു ഉദാഹരണം പറയണം. സഹായാർത്ഥനയാവണം. ഇസ്തിഗാസ അല്ലെ ഇസ്തിആന. ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസം ഇബാദത്തില്ല, ദിവ്യത്വമില്ല, അബോധികത കൽപ്പിക്കുന്നില്ല, ഒന്നുമില്ല. ജബ്ബാർ മൗലി ഇസ്ലാഹിൽ എഴുതിയതുപോലെ ഈ രാത്രിയുടെ എല്ലിൽ തപ്പിത്തടഞ്ഞ് നടക്കുന്ന ഒരാൾ ശബ്ദം കേൾക്കുന്ന പരിധിക്കുള്ളിൽ, ഞാൻ പറഞ്ഞല്ലോ മനസ്സിൽ വരുന്ന പ്രാർത്ഥന, നിങ്ങൾ അതൊന്നും വിശദീകരിക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരാൾ ചോദിച്ചാൽ എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിക്കുള്ളിൽ യാതൊരു അബോധികതയില്ല, ദിവ്യത്വമില്ല, ഒരു വിശ്വാസം ഇബാദത്തും ഒന്നുമില്ല, ഒരു മനുഷ്യനോട് ചോദിക്കുന്നത് പോലെ എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിക്കുള്ളിൽ ഒരു മനുഷ്യനുണ്ടെങ്കിൽ എനിക്ക് വെളിച്ചം തരണേ, എന്നെ സഹായിക്കണേ എന്ന് പറയുന്നു എന്നതുപോലെ ഞാൻ കാണാത്ത അദൃശ്യനായ ജിന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിക്കുള്ളിൽ ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കണേ, എനിക്കൊന്ന് വെളിച്ചം തരണേ. ഈ ചോദ്യം പ്രാർത്ഥനയല്ല, ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നതല്ല, ഇസ്തിയാസയല്ല, ഇസ്തിയാനത്ത് ഒന്നും കൂട്ടണ്ട. ഒരു വിളി, ഒരു ചോദ്യം, അത് ചോദിച്ചാൽ അത് ശിർക്കാണോ അല്ല ഹറാമാണോ, വസീലത്ത് ശിർക്കാണോ ജായിദാണോ, നിങ്ങൾ അത് പറ.